നിങ്ങൾ ഒറ്റ ടിക്കറ്റ് മാത്രം സെല് ചെയ്യുന്ന ഒരു ഇവന്റ് ഓർഗനൈസർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറേ ക്യാഷ് മിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഇവന്റ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്ന്, ഏർലി ബേർഡ് ടിക്കറ്റ്. ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവന്റിന് ഒരു ഇനീഷ്യൽ മൊമെന്റം കിട്ടും, ഒരു ബേസ് റവന്യൂ, പിന്നെ അത് മാത്രമല്ല അർജൻസിയും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജനറൽ ടിക്കറ്റ്. ഇതായിരിക്കും ഒരു ഇവന്റിന്റെ മേജർ റവന്യൂ സോഴ്സ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് മൾട്ടിപ്പിൾ ടിക്കറ്റ് ടൈപ്സ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ അതിൽ വരുന്ന പ്രിവിലേജസ്, ആഡ് ഓൺസ്, പിന്നെ പ്രൈസിങ്ങും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ വെറുതെ പ്രൈസിങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെല് ചെയ്യുക എന്നുള്ളതല്ല. അതിന് പകരം നമ്മുടെ ഇവന്റിന് വരുന്ന ടാർഗറ്റ് ഓഡിയൻസിനെ ലിസ്റ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് അവരുടെ പേയിങ് കപ്പാസിറ്റി നോക്കി അവരുടെ നീഡ്സ് എന്താണെന്ന് കൂടി മനസ്സിലാക്കി ഡിഫൈൻ ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതിന് എക്സാമ്പിൾ പറയാവുന്നത് VIP ടിക്കറ്റ്സ് ആണ്. VIP ടിക്കറ്റ്സ് യൂഷ്വലി ആൾക്കാർ വാങ്ങുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പെർക്സിനും ആഡോൺസിനും വേണ്ടി മാത്രമല്ല, ഞാനൊരു VIP ആണെന്ന് കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി വാങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ യൂഷ്വലി VIP ടിക്കറ്റ്സ് നിങ്ങൾ പ്രൈസ് കുറച്ചിടുകയേ ചെയ്യരുത്, പ്രീമിയം പ്രൈസിങ് തന്നെ ആയിരിക്കണം. നിങ്ങളുടെ ഒരു ഇവന്റ് ആ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ടും ടിക്കറ്റ്സ് വാങ്ങിയിരിക്കും. ഇനി ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ ഇവന്റ് എന്തെങ്കിലും സോഷ്യൽ കോസിന് വേണ്ടി നടത്തുന്ന ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡൊണേഷൻ ടിക്കറ്റ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ പേ ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്.